ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ആസന്നമായതുകൊണ്ടാണ് ഈ പ്രഖ്യാപനമെന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതെന്തുമാകട്ടെ, വയനാട്ടിലെ ആദിവാസി ജീവിത പരിസരത്ത് നിന്ന് ഈ വിഷയത്തെ പരിശോധിക്കുകയാണ് ആദിവാസി വനിതാ പ്രസ്ഥാനം പ്രസിഡന്റ് ഡോക്ടർ അമ്മണി കെ വയനാട്. ഏവർക്കും സ്വാഗതം. വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ അതിദാരിദ്ര്യ വിമുക്തമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം വയനാട് ജില്ലേനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വയനാട് ഒരു കാർഷിക ജില്ലയാണ്. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ ഉള്ള ജില്ലയിൽ ഭൂരിഭാഗം ആദിവാസികളും കർഷക തൊഴിലാളികളൊക്കെ ജീവിക്കുന്നിടത്ത് കൂലി തൊഴിലാളികളായിട്ടും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിന് അവരുടെ വരുമാനം കണ്ടെത്താൻ വേണ്ടി കർഷകരുടെ ഇടയിൽ കൂലിപ്പണിയെടുത്തും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയിട്ടും വരുമാനങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുമാത്രമല്ല, ഈ പറയപ്പെടുന്ന 99% ആദിവാസികളുടെ ഇടയിൽ അവർക്ക് ജീവിക്കാൻ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഭൂമി മുതൽ മറ്റുള്ള സൗകര്യങ്ങളും ഇല്ല. വളരെ അസൗകര്യമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ പറയുന്നത് 2021 ആ കാലഘട്ടത്തിൽ അതിദാരിദ്ര്യ വിമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഈ 2025 നവംബർ മാസത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് 2021 ഇത്തരമൊരു സർവ്വ ജനങ്ങളിടയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രഖ്യാപനത്തിലടക്കം നമുക്ക് കാണാൻ പറ്റിയത്. ഇത് നമ്മളാരും പറഞ്ഞല്ല, ഇത് പട്ടികവർഗ വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി OR കേളുവിൻ്റെ പ്രസ്താവനയിലും അവരുടെ പ്രഖ്യാപനത്തിലും കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് 2021 മുതൽ ഏറ്റവും താഴെത്തട്ടിൽപ്പെട്ട അതിദുർബല വിഭാഗങ്ങളായിട്ടുള്ള ആദിവാസികളുടെ ഇടയിൽ അല്ലെങ്കിൽ ചേരി പ്രദേശത്ത് താമസിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിലൊന്നും ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വന്നതായിട്ട് ഞങ്ങളുടെ അന്വേഷണത്തിലൊന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറേ കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു കാര്യം യാഥാർത്ഥ്യമാണ്. ABCD ക്യാമ്പുകൾ വയനാട് ജില്ലേൻ്റെ പല മേഖലകളിലും പഞ്ചായത്തിലും പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രേഖകളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് അത് ചെയ്തു കൊടുത്തെന്നുള്ളത് നമുക്കത് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. അത് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കണക്കുകൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതായത് ഇന്നും ഈ അതിദാരിദ്ര്യ വിമുക്തമെന്ന് പ്രഖ്യാപിക്കുന്ന നവംബർ 1 പ്രഖ്യാപിക്കുന്നു. വയനാട് ജില്ലയിൽ ഒക്ടോബർ 25 മാനന്തവാടിയിൽ വെച്ചിട്ട് വലിയൊരു കൺവെൻഷനോടുകൂടി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളൊക്കെ അണിനിരത്തിക്കൊണ്ട് ജനപ്രതിനിധികളടക്കം ഇതിൽ പങ്കാളികളാകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആദിവാസികൾ യഥാർത്ഥ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പറയാൻ മടി കാണിക്കാതെ പുറത്ത് തുറന്ന് പറയുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയ സമയത്ത് അതിനകത്ത് ഇത് ഞങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ കൃത്യമായിട്ട് അവർക്കറിയാം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് ഡാറ്റ വെച്ചിട്ട് ഞങ്ങൾ ചോദിക്കും, അറിയും എന്നുള്ളത് സർക്കാരിന് ഒരു ആശങ്കയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതേപോലെ തന്നെ ഈ പ്രഖ്യാപനം നടക്കുന്നതിൻ്റെ ആ സമയങ്ങളിൽ വയനാട് ജില്ലയിൽ അതിവിമുക്ത ദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ വയനാടിൻ്റെ ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ 24-ാം തീയതി ഒരു വീട്ടിൽ പട്ടിണിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് കൊടുത്തത് അതിൻ്റെ തെളിവും സഹിതം അല്ലെങ്കിൽ അതിൻ്റെ സാക്ഷികളടക്കം നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗങ്ങൾ ആളുകൾ ഇന്നും കൂലി പണിയെടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭൂമിയില്ലാതെ വീട് ഇല്ലാതെ ചേരി പ്രദേശങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നിരവധിയാണ്. അവരുടെ കണക്കുകളൊന്നും ഇതിനകത്ത് എടുത്ത് പറയുന്നില്ല. അതായത് കൊമ്മഞ്ചേരിയിൽ വനത്തിനുള്ളിൽ നിന്ന് മാറ്റി താമസിച്ച ഒരു 4 കുടുംബങ്ങൾ, ഇപ്പം ശേഷിച്ച 3 കുടുംബങ്ങൾ ഒരു 2 വർഷമായി 2021 അവരെ മാറ്റി താമസിക്കുന്നത് ഇവിടെ നമ്മുടെ ചെതിലേം ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലേക്കാണ്. വനത്തിനുള്ളിൽ അവർക്ക് എല്ലാം കൊടുക്കാനുള്ള വിഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഭൂമിയും എല്ലാം കൊടുക്കാനുള്ള അവകാശങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെല്ലാം നഗ്നമായ നിയമലംഘനത്തിലൂടെയാണ് അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് സർക്കാരിൻ്റെ ഫോറസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിപ്പിച്ചിട്ടുള്ളത്. ഈ കുടുംബങ്ങൾ നിരന്തരം പട്ടിണിയാണ്. പലപ്പോഴും അവിടുത്തെ പ്രദേശത്തുള്ള
ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ചെറിയ കൂലിപ്പണി, അതുപോലെ നമ്മളെയൊക്കെ വിളിച്ച് ബന്ധപ്പെടുമ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം, ഇതൊക്കെയാണ് അവർ ആശ്രയിച്ച് ജീവിക്കുന്നത്. അവർക്ക് സ്വന്തമായി വീടില്ല, കൃഷി ചെയ്യാൻ മറ്റു ഭൂമിയില്ല. അതുപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്ന ആ വീട്ടിൽ 2 ചെറുപ്രായക്കാരായിട്ടുള്ള ഒരു 15ഉം 19 വയസ്സുള്ള 2 കുട്ടികൾ മാനസിക രോഗം ബാധിച്ചിട്ട് കിടക്കുന്ന ഇങ്ങനെയുള്ള ആളുകളൊക്കെ പട്ടിണി കിടക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കണ്ണടിച്ച് ഇരുട്ട് ആക്കിക്കൊണ്ട് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തി എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രയാസകരമാണ്. ഇതിനകത്ത് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് AKS വളരെയധികം ശക്തിപ്പെട്ട ഒരു കാലഘട്ടമാണ് വയനാട് ജില്ലയിലൊക്കെ. 36 കേന്ദ്രങ്ങൾ CPM-ൻ്റെ പോഷക സംഘടനയായ AKS അവിടെ 36 കേന്ദ്രങ്ങൾ ഭൂസമരങ്ങൾ നടത്തുകയും അതിനോടനുബന്ധിച്ചിട്ട് ഇന്നും അവിടെ ഭൂസമരങ്ങൾക്ക് വേണ്ടി ആദിവാസികളെ കൊണ്ടിട്ട് ഭൂമിയില്ലാത്ത ആളുകളാണ് പലരും. പക്ഷെ അവരെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് പാർട്ടിയുടെ ഒരു ചട്ടങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവർ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ജാഥയ്ക്ക് നീളം കൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ ആളുകളാണ് ഇന്നും പുൽപ്പള്ളി, അതുപോലെ തന്നെ ഈഴുളം, പിന്നെ മൂന്നാനക്കുഴി ആ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ഈ പ്ലാസ്റ്റിക് ഷീറ്റും മറച്ചു കെട്ടി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോലില്ല. ഇവിടുത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉള്ളത് കൊണ്ടാണ് മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ അതിനുള്ളിൽ അവർ കഴിഞ്ഞു പോകുന്നത്. ഈ ഒരു അവസ്ഥ അതിനകത്തുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വയനാട്ടിലെ ആദിവാസികളുടെ ഭൂമി എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത്, കുടിയേറ്റം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കുടിയേറ്റം വന്നതോടുകൂടി ഭൂമിയുടെ യഥാർത്ഥ ഉടമകളായിട്ടുണ്ടായിരുന്ന ആദിവാസികളെല്ലാം തന്നെ ഭൂമിയുടെ ഉടമകളിൽ നിന്ന് നഷ്ടപ്പെടുകയും അവർ മറ്റുള്ള ആളുകളുടെ ആശ്രയിച്ച് ഇന്ന് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ യഥാർത്ഥ ഭൂമിയുടെ ഉടമകൾ ആരാണ്? അവിടുത്തെ കർഷകരും കുടിയേറ്റ ജനതയാണ്. ആ കുടിയേറ്റക്കാരുടെ ഇടയിൽ അടിമത്തം അനുഭവിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഈ അടിമത്തം ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഭൂമി കൊടുക്കാന്നുള്ളത് എല്ലാ വർഷവും അല്ലെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും മാറി മാറി ഭരിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞ് പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു കഥ മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, മുത്തങ്ങ ഭൂസമരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ആദിവാസികളുടെ ഭൂനിയമങ്ങൾ അല്ലെങ്കിൽ ആദിവാസികളുടെ കരാറ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞ ആന്റണി സർക്കാർ ഒപ്പിട്ട 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ കൊടുക്കാമെന്ന് പറഞ്ഞ പ്രഖ്യാപനം. അത് വേറെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റ് ഭൂമികൾ വയനാട് ജില്ലയിലുണ്ട്. അതായത് വനലക്ഷ്മി ഉണ്ട്, പഞ്ചാരക്കൊല്ലി ഉണ്ട്, ചീങ്ങേരി പ്രോജക്റ്റ് ഭൂമി കിടക്കുന്ന, അമ്പയിൽ സുഗന്ധഗിരിയിൽ കാടമൻ പ്രോജക്റ്റിൻ്റെ ഭൂമി കിടക്കുന്ന, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റ് ഭൂമികൾ വേറെ. അതുകൂടാതെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ കയ്യിൽ തന്നെ ഒരുപാട് ഭൂമി കിടക്കുന്നുണ്ട്. പിന്നെ പാട്ടക്കാലാവധി കഴിഞ്ഞ വേറെ ഭൂമികൾ, ഈ ശ്രേയംസ് കുമാറിൻ്റെ ഒക്കെ കൈവശം കിടക്കുന്ന, കോടതികളൊക്കെ വിധി പറഞ്ഞിട്ട് അത് നിയമം അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ കൈവശപ്പെടുത്തിയിട്ട് ഇന്നും അവരുടെ കക്ഷത്ത് വെച്ചിരിക്കുന്ന ഭൂമി, ഇങ്ങനെയുള്ളതൊക്കെ പിടിച്ചെടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ മാറി മാറി ഭരിക്കുന്ന സർക്കാർ ഈ ജനങ്ങൾക്ക് വിതരണം ചെയ്യാത്തത്? അപ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് വോട്ട് മാത്രമാണ്. വോട്ട് ചെയ്യാൻ മാത്രം ജീവനുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് ഇന്ന് ഈ വിഭാഗങ്ങളൊക്കെ ജീവിച്ചു പോരുന്നത്. കാർഷിക മേഖലയിലെ അവസ്ഥ എന്ന് പറയുന്നത് 2002-2003 ആ കാലഘട്ടം വരെ വളരെയധികം അധ്വാനവും അതുപോലെ തന്നെ കൃഷിയും ചെയ്ത് ജീവിച്ച ആളുകളാണ് വയനാട്ടിലെ കർഷകർ. അത് കുടിയേറ്റ ജനത ആവട്ടെ, ചെറുകിട കർഷകരാവട്ടെ, ആദിവാസി മേഖലയിലുള്ള മറ്റുള്ള കർഷകരാവട്ടെ, വളരെ ലാഘവത്തോടെ കൃഷി ചെയ്യുകയും അല്ലെങ്കിൽ അത് വിപണനം ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം വലിയൊരു വരൾച്ച ഉണ്ടായിട്ടുണ്ട് 2005. ആ വരൾച്ച ഉണ്ടായ സമയത്ത് വയനാട്ടിൽ കാർഷിക പ്രതിസന്ധി ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കർഷകരുടെ ഇടയിൽ തന്നെ 500ഓളം കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ആദിവാസികളല്ല. ഇവരുടെ ആക്രാന്തവും അതുപോലെ തന്നെ സമ്പത്തിനോടും അല്ലെങ്കിൽ ഈ പണത്തോടുള്ള ആർത്തിയും അങ്ങനെ ഒരുപാട് കടം വാങ്ങിക്കൂട്ടേൻ്റെ ആ ഒരു സ്ഥിതി വിവരക്കണക്കനുസരിച്ചിട്ടാണ് ഇവരൊക്കെ പിന്നീട് ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ആദിവാസികൾ അതിനൊക്കെ അതിജീവിച്ചു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനകത്ത് ആദിവാസികളെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ബാധിക്കുന്നുണ്ട്. വയനാട്ടിൽ ജീവിക്കുന്ന ആദിവാസികളെല്ലാം കർഷകരുടെ ഇടയിൽ കൂലിത്തൊഴിലാളികളാണ്. അവരുടെ മേഖലയിൽ കൃഷിക്ക് പ്രതിസന്ധി നേരിടുമ്പോൾ അല്ലെങ്കിൽ കർഷകരുണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും പ്രതിസന്ധി നേരിടുന്ന വിലയിടിപ്പ് ഇല്ല അല്ലെങ്കിൽ വിലക്കയറ്റം താഴ്ന്നു വരുന്ന സമയത്തൊക്കെ തന്നെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് ആദിവാസികൾ വലിയ രീതിയിൽ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും കൊണ്ട് എത്തിക്കാറുണ്ട്. ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കർഷകരുടെ ഇടയിൽ കൂലിത്തൊഴിൽ ചെയ്ത് ജീവിച്ച ആളുകൾ തന്നെയാണ് ആദിവാസികൾ. അതോടൊപ്പം ഈ കാർഷിക പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ തന്നെ
ഈ കർഷകർ വയനാട് വിടുകയും പല ആളുകൾ, നമ്മളൊക്കെ അവിടെ പറയുന്ന മലയാളി മുതലാളിമാർ, ഈ മുതലാളിമാരായിട്ടുള്ള ആളുകളെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന അവരെ കൃഷിപ്പാടങ്ങളിൽ ഇഞ്ചിക്കും കാപ്പിക്കും വേണ്ടിയൊക്കെ തൊഴിൽ ചെയ്തിരുന്ന ഓരോ ഏരിയയിലും നമുക്ക് ആദിവാസികളുടെ ചേരി പ്രദേശങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാലും അവരുടെ ഇടയിലൊക്കെ തന്നെ തൊഴിൽ വളരെയധികം ക്രമാതീതമായി കുറഞ്ഞു വന്ന സമയത്ത് കർഷകർ കൂടെ ഈ അന്യ സംസ്ഥാനങ്ങൾ കർണാടക, ഷിമോഗ, ഗോവ വരെ ഇവിടുത്തെ ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോകുന്നൊക്കെ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുകയും മദ്യത്തിൻ്റെയും അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഒക്കെ അടിമപ്പെട്ട് ഈ ആദിവാസികളുടെ ആരോഗ്യം കൂടുതൽ ക്ഷയിപ്പിച്ചുകൊണ്ട് അവരെ കൂടുതൽ അധ്വാനം ഭൂമിയിൽ പണിയെടുപ്പിക്കുന്ന ഒരു അവസ്ഥ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. 3 സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുകയും അവരവിടുന്ന് ഊരുകളിലേക്ക് മടങ്ങി വന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ 122ഓളം ആദിവാസികളാണ് ഇത്തരത്തിൽ ദുരൂഹ മരണത്തിൽ മുൻകാലത്തുണ്ടായിട്ടുള്ളത്. അത് 2022 ആയിക്കഴിഞ്ഞപ്പോൾ അതൊരു 8 പേരോളം ആളുകൾ കൂടുതൽ മരണം വീണ്ടും സംഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയ കണക്കനുസരിച്ചാണ്. പക്ഷേ ഇനിയും തെളിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കൊടുകിലേക്ക് തൊഴിലിന് പോയിട്ട് മരിച്ച അല്ലെങ്കിൽ കാണാതായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇനിയും തെളിയിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇത് സർക്കാരിൻ്റെ കണക്കിലൊന്നും ഈ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം അങ്ങനെ ഈ കർഷകർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ പോവുകയും മറ്റൊന്ന് ഈ വനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ വത്തേരി, നൂൽപ്പുഴ, മാനന്തവാടി ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടി വന്യജീവി സംഘർഷം, മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കർഷകർക്ക് പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. ഒരു സാധനം പോലും ഭൂമിയിൽ നട്ടുണ്ടാക്കാനോ അത് ഉൽപ്പാദിച്ചെടുത്ത് വിൽക്കാനോ സാധിക്കുന്നില്ല. പക്ഷേ അങ്ങനൊരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഇതിന് 2 തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ സംഘർഷം ഉണ്ടാവുക, ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ആക്രമണത്താൽ മരിച്ചു പോകുന്ന ആളുകൾക്ക് കർഷകർക്കും അല്ലെങ്കിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ വീടുകളിലേക്ക് മന്ത്രിമാരും കളക്ടറടക്കം വലിയ ജനവാലിയോടുകൂടി അവരുടെ വീടുകളിലേക്ക് ചെക്ക് കൈമാറി അവർക്ക് ജോലി അടക്കം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിനകത്ത് കണ്ടുവരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള രീതിയിലൊരു അവസ്ഥ, ഒരു ആദിവാസിക്ക് നേരെ ഇത്തരത്തിലൊരു കടുവയോ അല്ലെങ്കിൽ ആനയോ പുലിയോ ആക്രമിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജാതിയുടെ മെറിറ്റ് നോക്കിയിട്ട് 2000 രൂപ മുതൽ 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ മാത്രം കൊടുത്തുകൊണ്ട് ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ അവിടുന്ന് പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളും ഇടപെടലും അതുപോലെ തന്നെ ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ഈ വന്യജീവി ആക്രമണത്തിൽ ഇരകളാകപ്പെടുന്ന അല്ലെങ്കിൽ മരിക്കുന്ന ആളുകൾക്ക് കൃത്യമായൊരു കോമ്പൻസേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അതിനൊരു നിയമമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് തന്നെ കർഷക സ്വരാജ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ കാസർഗോഡ് മുതലുള്ള ഒരു സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹ സന്ദേശയാത്രയൊക്കെ തന്നെ കേരളത്തിലുടനീളം ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത് കർഷകർ മാത്രമല്ല, കാർഷിക മേഖലയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ മേഖലകളിലും അതുമായി ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആദിവാസികളുടെയൊക്കെ അവസ്ഥ വ്യത്യസ്തമല്ല, എല്ലാം ഒരുപോലെയാണ്. പക്ഷേ സർക്കാർ കൊടുക്കുന്ന ഈ ഫണ്ടിൻ്റെ കാര്യത്തിലാണ് 2 തലത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മരണങ്ങൾ നടന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കന്നൊരു MP ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി ഒരു ആദിവാസി ഊരിലും കാലെടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മന്ത്രിമാരും. ആദിവാസി ഊരിൽ മരണങ്ങൾ നടക്കുമ്പോൾ അവിടെ ചെല്ലുന്നില്ല. ഏറ്റവും ലാസ്റ്റായിട്ട് മേപ്പാടി മുണ്ടക്കുറ്റി ആ ഭാഗത്ത് തന്നെ ഒരാൾ ചൂരൽമലയിൽ ആന ആക്രമിച്ച് കൊന്നു. അവിടെയൊന്നും ആരും പോയിട്ടില്ല, ഒരു മന്ത്രി അവിടെ ചെന്നിട്ടില്ല. അപ്പോൾ മന്ത്രിമാർക്കൊക്കെ പോകേണ്ടത് ഇവിടുത്തെ കർഷകരുടെ ഇടയിലും കർഷകർ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് ഓടിച്ചെല്ലുന്ന ഒരു ജനപ്രതിനിധികളുള്ള ഒരു നാടാണ് വയനാട്. അത് ആദിവാസികളുടെ ജീവനോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യരംഗത്ത് കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണെന്ന് പറയാം. ആരോഗ്യരംഗം മാത്രമാണ് അല്ലല്ലോ. അപ്പോൾ കേരളത്തിലെ ഈ ഒരു അവസ്ഥ അനുസരിച്ച് ഞങ്ങളുടെ വയനാട് ജില്ലയെ സംബന്ധിച്ച് കൂടുതൽ ആദിവാസികൾ രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒന്ന് സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം പ്രാഥമികമായിട്ടൊരു ചികിത്സയ്ക്ക് വേണ്ടി ആളുകൾ ആശ്രയിക്കുക. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പല്ലുവേദനയ്ക്കുള്ളൊരു ഗുളിക പോലും കിട്ടാനില്ല എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അവിടെ ചാർട്ട് ചെയ്ത് രേഖകൾ വെച്ചിട്ടുണ്ട്, ഇത്ര ഗുളികകൾ ഇതിനകത്ത് ഏതെല്ലാം മരുന്നുകളാണ് അവിടെ വിതരണം ചെയ്യുന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
പക്ഷേ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു 4-5 ഡോക്ടർമാരുണ്ടാവും. ഇപ്പോൾ എല്ലാം ഓൺലൈൻ സംവിധാനങ്ങളാണ്. ഓൺലൈൻ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ രോഗികളിങ്ങനെ ഉച്ചവരെ ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാൾ പറയുന്നത് കേൾക്കുന്നതിന് മുന്നേ അവിടെ ഡോക്ടർ മരുന്ന് കുറിപ്പ് എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഫാർമസിയിലെ അവസ്ഥ, ആ മരുന്ന് അവിടെ ഇല്ല. അത് വാങ്ങണമെങ്കിൽ പുറത്തേക്ക് പോയിട്ട് ഫാർമസിയിൽ എവിടെയെങ്കിലും പൈസ കൊടുത്ത് വാങ്ങാം. അല്ലാത്തവർ, സാമ്പത്തികം ഇല്ലാത്തവർ തിരിച്ച് നേരെ വീട്ടിൽ പോകും. പിന്നെ കൂടുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. പ്രമേഹവും ഷുഗർ അല്ലാതെ വേറൊരു ടെസ്റ്റ് ഇല്ല. ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ വേണമെങ്കിലും കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരണം. അല്ലെങ്കിൽ ഒരു കാർഡിയോളജിനെ കാണണമെങ്കിൽ മാനന്തവാടി പോകണം ഒരു എക്കോ ടെസ്റ്റ് എടുക്കാൻ. ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ഈ ആദിവാസികളുടെ ഇടയിലുള്ള ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പഴയ കാലത്താണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഭക്ഷണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രകൃതിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഞങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊന്നും എവിടെയും വിശ്വസിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്ന് കർഷകരുടെ ഇടയിലുള്ള കൃഷിപ്പാടങ്ങളാണ്, അവരുടെ ഈ ഭൂമിയെല്ലാം അവരുടെ കൈകളിലായി. അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങൾ ഇതെല്ലാം കൃഷിയിടങ്ങളിൽ തളിച്ചിടുമ്പോൾ അവിടെ എന്തെങ്കിലും വന്യ ഇലക്കറികൾ, പച്ചിലകളൊക്കെ ഭക്ഷിക്കുന്ന ആളുകളാണ്. അതൊക്കെ പറിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ ഒരുപാട് മാരകമായ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഭയപ്പെട്ടിട്ട് ആളുകൾ ഇപ്പോൾ അത് ശേഖരിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ പിന്നിലാണ്. അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആദിവാസികളോട് വലിയ രീതിയിൽ തന്നെ അവഗണന കാണിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഒരു പ്രശ്നം തന്നെയാണ്. ആദിവാസികൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്മിറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഡോക്ടർമാരെയൊക്കെ അഡ്മിറ്റാക്കി പിറ്റേ ദിവസം അവർ ലീവ് എടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഡ്യൂട്ടിക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾക്ക് ഈ രോഗി പറയുന്നതിനനുസരിച്ച് അവർ മറ്റുള്ള ഡോക്ടർമാരെ ഡ്യൂട്ടിയിൽ വരുന്നവർ നോക്കാറില്ല. നിങ്ങളെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ വരുന്നവരെ അവിടെ കിടന്നോളാൻ പറയും. അങ്ങനെ മരുന്നുകൾ കിട്ടാതെ, ചികിത്സ കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥകൾ. പിന്നെ അസുഖം മൂർച്ഛിച്ച് അവിടെ എവിടെയും എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കിടത്തുകയും ഏറ്റവും അവസാന ഘട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒബ്സർവേഷനിൽ ഇടുന്നു. അവിടെ മണിക്കൂറുകൾ വരെ അവിടെ കിടത്തിയിട്ട് പിറ്റേ ദിവസമായിരിക്കാം ഒരു ആദിവാസിനെ അഡ്മിറ്റ് ആകുമ്പോൾ അവർ ആദിവാസിയാന്നുള്ള രേഖ വേണം, ആധാർ കാർഡ് വേണം, റേഷൻ കാർഡ് വേണം. ഈ പറയുന്ന രേഖകളൊന്നും എടുത്തിട്ടായിരിക്കില്ല ആദിവാസികൾ അവിടെ ചികിത്സയ്ക്ക് പോകുന്നത്. അതുവരെ അവിടെ മെഡിസിൻ ഒന്നും കൊടുക്കാതെ കെടുത്തി വെക്കുന്ന ഒരവസ്ഥ, അവരുടെ മരണം വരെ സംഭവിച്ച കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്ക് അങ്ങനെ ഞങ്ങളുടെ ഒരു ഉരുമുപ്പൻ അങ്ങനെ മരിച്ചതാണ്. ആദ്യം അവർക്ക് പനി വഹിച്ചു, അവർ ചുള്ളിയോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. അത് കഴിഞ്ഞിട്ട് അവർ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടുന്ന് മാറാതായി വീണ്ടും അവർ കൈനാട്ടി ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അവിടെ 1 മാസം പനിക്ക് വേണ്ടി ചികിത്സ നടത്തി. എന്നാൽ അവരോട് കഫക്കെട്ടുണ്ടായിട്ട് അവരെ ആരോഗ്യസ്ഥിതി വളരെ വഷളായപ്പോൾ നിങ്ങൾ ടെസ്റ്റിന് പോകണമെന്നും അവിടുത്തെ ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ടെസ്റ്റ് അവിടെ അടിയന്തരമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പരിശോധന നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ മൂപ്പൻ ഞങ്ങളെ കൂടെ ജീവിച്ചിരിക്കുമായിരുന്നു. ആ മൂപ്പൻ അതിന് ശേഷം വീട്ടിൽ വന്ന് ആരോഗ്യം വളരെ വഷളായി. പിന്നെ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും അവസാനം കൊണ്ടുപോയി അവിടുന്ന് കൽപ്പറ്റ ജനറൽ ആശുപത്രിക്ക് വിടുന്നു. അവിടെ നേരെ മെഡിക്കൽ കോളേജിൽ വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസമാണ് ചികിത്സ കിട്ടുന്നത്. ആ പിറ്റേ ദിവസം ചികിത്സ കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് കിടക്കാൻ പറ്റുന്നില്ല. ശരീരം മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു. വാട്ടർ ബെഡ് വേണം. അവർക്ക് പിന്നെ ഇഞ്ചക്ഷൻ അടിക്കാനുള്ള മരുന്ന് എഴുതി കൊടുത്തത് നല്ല വിലപിടിപ്പുള്ള മരുന്നാണ്. ആ മരുന്നിന് വേണ്ടി 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. 10 ദിവസം അവർ കിടന്നു, 5 ദിവസം മരുന്നിന് വേണ്ടി കാത്തിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് വയനാട്ടിലത്തെ ആരോഗ്യ മേഖല ഞങ്ങൾക്ക് വേണ്ടി പരീക്ഷ തരുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. മാത്രമല്ല പ്രസവം എന്ന് പറയുന്ന ആ ഒരു ഘട്ടങ്ങൾ പോലും ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോയ ആളുകളെ മുഴയാന്ന് പറഞ്ഞിട്ട് 7 മാസം 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആളുകൾ ആശാവർക്കർ കൊണ്ടുപോയിട്ട് പോലും മുഴയാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു വിട്ട് വീണ്ടും അവർ വേറെ ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കുന്നു. ഈ ആശാവർക്കർമാരുടെ സഹായത്തോടെ അവർ അതിൻ്റെ റിസൾട്ട് എടുത്ത് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് വരുന്നു. എന്നിട്ട് പോലും ഡോക്ടർമാരത് കൃത്യമായ ഒരു കെയർ കൊടുക്കാനോ അവർക്ക് വേണ്ട രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കാനൊന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകളും ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രാഥമികമായിട്ടുള്ള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലൊക്കെ തന്നെ ഈ പുതിയ ഡോക്ടർമാരാണ് നിയോഗിക്കപ്പെടുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ MBBS ഒക്കെ കഴിഞ്ഞ് കോഴ്സിന് വേണ്ടി ഇറങ്ങുന്ന 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തെ ഇതിൻ്റെയൊക്കെ ഒരു പീരീഡ് കാലഘട്ടത്തിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ അവരാണ് ഈ മരുന്നെല്ലാം ആളുകൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് എഴുതി കഴിയും. എല്ലാ രോഗങ്ങൾക്ക് പോലും പാരസെറ്റമോൾ നിർബന്ധമാണ്, അത് തന്നിരിക്കും. അതെല്ലാ രോഗങ്ങളും അവർ മസ്റ്റായിട്ട് എഴുതും, അത് വാങ്ങിക്കോളും. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം.
ഇത് പ്രൈമറി വിദ്യാഭ്യാസം മുതൽ നമ്മളിത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും നമ്മുടെ ഒരു ആദിവാസികളുടെ ഇടയിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭാഷയുടെ പ്രശ്നം വലിയൊരു ബുദ്ധിമുട്ട് കുട്ടികൾ സ്കൂൾ തലങ്ങളൊക്കെ നേരിടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഇപ്പോൾ മെൻറ്റർ ടീച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് സർക്കാർ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലും ഈ വീടുകളുണ്ടാവുന്ന ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ, രക്ഷകർത്താക്കളുടെ മദ്യപാനം, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസമില്ലായ്മ, ഈ ഭൂമിയില്ലായ്മ, അവർക്ക് കുട്ടികൾക്ക് വീട്ടിൽ സ്റ്റഡി ചെയ്തിരുന്ന് പഠിക്കാനുള്ള സൗകര്യമില്ലായ്മ ഒക്കെ തന്നെ കുട്ടികളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വൈകല്യത്തിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ഇതോടൊപ്പം തന്നെ ഹോസ്റ്റലുകൾ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ പ്രൈമറി ഹോസ്റ്റലുകളുണ്ട്. അതുപോലെ തന്നെ MRSഉം കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള രാജീവ് ഗാന്ധി മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, പിന്നെ മാനന്തവാടിയിലുണ്ടായിരുന്ന ഒരു ആശ്രമ സ്കൂള്, പിന്നെ നവോദയ വൈത്തിരിയിൽ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് എത്ര കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും? വയനാട്ടിൽ ഒരു 1.5 ലക്ഷത്തോളം ആദിവാസി പോപ്പുലേഷൻ ഉണ്ട്. ഇവരുടെ മക്കളെ കൊണ്ടേ പഠിപ്പിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളത് പല കുട്ടികൾക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിയെടുക്കാൻ പറ്റുന്നില്ല. വീട്ടിലുണ്ടാകുന്ന പല ഘട്ടങ്ങളിലും അവർ നേരിടുന്ന ദാരിദ്ര്യവും മറ്റുള്ള വിഷമങ്ങളൊക്കെ തന്നെ കുട്ടികളെ നന്ന രീതിയിൽ ബാധിക്കാറുണ്ട്. പിന്നെ കൊഴിഞ്ഞുപോക്കെന്ന് പറയുന്നത് ഒക്ടോബർ മാസം കഴിഞ്ഞാൽ നവംബർ മാസത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ മാർച്ച് മാസം വരെയുള്ള ആ പീരീഡിൽ വളരെയധികം കുട്ടികളുടെ എണ്ണം ക്രമാതീതമായിട്ട് സ്കൂൾ തലങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷം പോലും ഈ വർഷം കൂടുന്നുണ്ട്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലുള്ള ആളാണ് ഞാൻ. മുനിസിപ്പാലിറ്റിയിൽ കൊഴിഞ്ഞുപോക്ക് ഇല്ലാത്തൊരു മുനിസിപ്പാലിറ്റി ആയിട്ട് വയനാടിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ രസകരമായ രീതിയിൽ നമുക്കത് പറയാൻ പറ്റും. നമ്മൾ ഒരു തലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പല കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അവർ പറയും രാവിലെ ഒന്ന് ഭക്ഷണം ഉണ്ടായിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നില്ല, വീടുകളിൽ മതിയായ ഭക്ഷണം ഇല്ലാത്തതിൻ്റെ, പിന്നെ വസ്ത്രം അലക്കിയിട്ടില്ല, ഈ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ ഇത് പറയുമ്പോൾ, പുറത്ത് വന്ന് സ്കൂളിൽ പറയുമ്പോൾ മാഷുമാർക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് അത് കേൾക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു 450 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അകത്ത് 3-4 കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഈ ശക്തമായ രീതിയിൽ വന്ന ഈ ഇടയ്ക്കൊക്കെ വന്ന മഴ പോലെ പെയ്യുമ്പോൾ ഒരു അണ്ടർസ്കേറ്റ് പോലും, ഒരു അടിവസ്ത്രം പോലും കുഞ്ഞുങ്ങളുടെ അലക്കിയിടാനുള്ള സൗകര്യങ്ങളില്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ സ്കൂളിലൊക്കെ തന്നെ പ്രഭാത ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. കുട്ടി അവിടെ എത്തി വെല്ലടിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ കയറും, പ്രഭാത ഭക്ഷണം കഴിക്കാൻ ആ കുട്ടിക്ക് കിട്ടുന്നില്ല. മിക്ക മാനേജ്മെൻറ്റ് സ്കൂളിലൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. രാവിലെ 9:20, 9:40 ആകുമ്പോഴത്തേക്കും കുട്ടികളെ ഈ വണ്ടി എടുത്ത് വന്ന് സ്കൂളിലേക്ക് എത്തിക്കും. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെല്ലടിക്കും. കുട്ടികളെല്ലാവരും നേരായിട്ട് ക്ലാസ്സിൽ കയറിക്കഴിയുമ്പോൾ ഈ കുട്ടി വീട്ടിൽ നിന്ന് കഴിക്കാതായിരിക്കും പോവുക. പക്ഷേ ആ കുട്ടിയെ രണ്ടാമത് ക്ലാസ്സിൽ കയറിയ കുട്ടീനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി, പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെ ക്യാൻറ്റീനിലേക്ക്, കിച്ചണിലേക്ക് വിടാത്ത ഒരവസ്ഥ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ സ്കൂൾ തലങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ രാവിലത്തെ ഒരവസ്ഥ ഇതാണ്. അതുകൊണ്ട് രാത്രി പട്ടിണി എടുക്കുന്ന പല വീടുകളിലുള്ള കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെയും പട്ടിണിയാണ്. ഇത് ഒരു സ്ഥിരമായിട്ടൊരു അവസ്ഥയാണ് ആദിവാസി മേഖലയിലുള്ളത്. തീർച്ചയായിട്ടും ആദിവാസി മേഖലയിൽ കുട്ടികൾ ഈ പറഞ്ഞ നവംബർ മാസം മുതൽ കാപ്പി പറി, അതുപോലെ തന്നെ ഈ കർഷകരുടെ ഇടയിൽ ഈ കവുങ്ങ് തോട്ടത്തിൽ കവുങ്ങ് കയറ്റക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ കൂലി കൊടുക്കുന്ന പോലെ ഇവരെയും വിളിച്ച് രഹസ്യമായിട്ട് പണിയെടുപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല കേസുകളും ഞങ്ങൾ ചൈൽഡ് ലൈൻ മുഖാന്തരം, അതുപോലെ തന്നെ CWCയിലൊക്കെ ഇൻഫോം ചെയ്ത്, പോലീസിലും ജനമൈത്രിയൊക്കെ ഇൻഫോം ചെയ്ത് ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരെ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ പറ്റി. പക്ഷേ ഈ മുതലാളിമാരുടെ പേരിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് പിന്മാറാണ് ചെയ്യുക. ബാലവേല ചെയ്ത് കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ടാൽ ആ മുതലാളിയുടെ പേരിൽ കേസെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കൽ പോലും പോലീസ് അത് ചെയ്യാൻ അവർ മനസ്സ് കാണിക്കില്ല. കാരണം അപ്പോഴത്തേക്കും സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും അവിടെ ഉണ്ടാകും. അപ്പോൾ ആ സമയങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ കുട്ടിയെ വീട്ടിൽ വന്ന് സംസാരിച്ച് കൗൺസിലിംഗ് കൊടുത്ത് കുട്ടിയെ അങ്ങോട്ട് മാറ്റി നിർത്തും. മുതലാളി വീണ്ടും അടുത്ത ഊരിലുള്ള കുട്ടികളെയും കൊണ്ട് അടുത്ത പണിക്ക് പോകും. ഇതാണ് അവിടെ സംഭവിക്കുക. 2014-15 കാലഘട്ടത്തിലാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വന്നത്. അതിനകത്ത് വനാന്തരങ്ങളിൽ താമസിക്കുന്ന ഭൂരിഭാഗം വിദ്യാഭ്യാസമുള്ള 8ാം ക്ലാസ് മുതൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഹയർ എഡ്യൂക്കേഷനിലൊക്കെ പോയ ആളുകളുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളൊക്കെ ഉണ്ട്. അതിനകത്ത് പോലീസ്, എക്സൈസ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡുമാരായിട്ടൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരുപാട് ആളുകൾ ജോലിക്ക് കയറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ വർഷവും ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ആ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ മാത്രം കിട്ടിയതുകൊണ്ടൊന്നും ഞങ്ങൾ ആളുകളുടെ പട്ടിണി പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നില്ല. ഇത് വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ മാത്രമാണ്. ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവന്ന സമയത്ത്
വലിയൊരു സംഭവം അതിനകത്ത് നടന്നിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ വെച്ചുകൊണ്ട് 3-ാം റാങ്കിൽപ്പെട്ട ആൾ വനത്തിൽ താമസിക്കുന്ന വനാന്തരം താമസിക്കുന്ന ആളുകളാണ് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടേണ്ടത്. പക്ഷേ നീർവാരത്ത് താമസിക്കുന്ന വനമല്ലാത്ത പനമരം ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേര് വരെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പെൺകുട്ടിയെ 3-ാം റാങ്കിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് ഈ ഉദ്യോഗാർത്ഥികൾ വയനാട് ജില്ലാ കളക്ടറേറ്റ് പടിക്കലൊക്കെ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള സമരങ്ങളും അതുപോലെ തന്നെ കോടതിയിൽ പോവുകയും പിന്നെ PSC കമ്മീഷനെതിരെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അതൊക്കെ ഒരു മാറ്റം അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനാണ് കുറേ ആളുകൾ അതിലേക്ക് ചേഞ്ചായിട്ട് ജോലിക്ക് കയറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് വലിയ മാനസികമായിട്ടും പീഡനങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. കൂടുതൽ ജോലി എടുപ്പിക്കുക, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർക്ക് വിശ്രമമില്ലാതെ അടുത്ത ഡ്യൂട്ടിക്ക് അവരെ ഏൽപ്പിക്കുക. അങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വനിതാ പോലീസുകാരായിട്ടുള്ള പല ആളുകളുടെ അനുഭവങ്ങളും നമുക്ക് പറയാൻ പറ്റും. പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അധികം കാലമായിട്ടില്ല വയനാട് ജില്ലയിൽ ഉണ്ടായിട്ട്. അപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ തന്നെ ആദിവാസി മേഖലയെ വളരെയധികം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ദാരിദ്ര്യം പട്ടിണിയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പലരുടെയും കയ്യിൽ നിന്ന് നമ്മൾ യാചിച്ച് സംഘടനകളൊക്കെ ആണെങ്കിലും മറ്റുള്ള ആദിവാസികളുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ചെറിയ സംഘടനകൾ, അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ, ഇവരുടെ കൈകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണം മാത്രമാണ് അവർക്ക് നേരിട്ട് എത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ സംവിധാനത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പല സാധനങ്ങളും ഗോഡൗണിൽ അവിടെ ഇടുകയും അത് പിന്നീട് അവിടുന്ന് തന്നെ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാതെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദുരന്ത മേഖല എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ആശ്വാസകരം എന്ന് പറയുന്നത് പുത്തുമല, ചൂരൽമല കഴിഞ്ഞ വർഷം ഉണ്ടായ മുണ്ടക്കൈ ദുരന്തങ്ങളൊക്കെ തന്നെ അവിടുത്തെ ആദിവാസികൾ വളരെ എന്താ പറയുക ശാസ്ത്രീയപരമായി എന്ന് തന്നെ പറയാം. ആദിവാസികൾക്ക് അറിയാവുന്ന പോലെ അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ആദിവാസിയും അവിടെ മരിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഇങ്ങനെ ദുരന്തം ഉണ്ടാകുന്നുള്ളൊരു മുന്നറിയിപ്പ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊടുത്തിട്ട് പോലും പ്രാദേശിക തട്ടിൽ അതിൻ്റെ അറിയിപ്പുകൾ കൊടുത്തിട്ട് പോലും സ്വത്ത് പോവും, അല്ലെങ്കിൽ ഞങ്ങളുടെ കന്നുകാലികൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടും വാഹനങ്ങളും നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് സ്വത്തിന് വേണ്ടി മാത്രം വീടിൽ ഒതുങ്ങിക്കൂടിയ പല ആളുകളും മണ്ണിനടിയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെയധികം വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് അവിടെ പറയുന്നുണ്ട് ഡിസാസ്റ്റർ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്, അവിടെ പിന്നെ ഇതുപോലെ തന്നെ ദുരന്തം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് റിസോർട്ടുകൾ, അതുപോലെ തന്നെ പിന്നെ ഈ മറ്റുള്ള ടൂറിസം കേന്ദ്രങ്ങളാക്കി അതിനെല്ലാം മോടി പിടിപ്പിക്കാൻ വേണ്ടി സർക്കാർ തന്നെയാണ് ഇതിനെല്ലാം പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതലും മനുഷ്യർ മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള വയനാടിൻ്റെ മറ്റുള്ള പ്രദേശങ്ങൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദിവാസികളുടെ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരെന്ന് പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട അതിലെല്ലാ ആളുകളും ഉൾപ്പെടുന്നുണ്ട്. നൂൽപ്പുഴ പഞ്ചായത്തിൻ്റെ ആ ഭാഗത്താണെങ്കിലും തിരുനെല്ലി ഭാഗത്തൊക്കെ ആണെങ്കിലും മിനങ്ങാടിയുടെ പുഴങ്കുനിയുടെ ഭാഗത്തൊക്കെ ആണെങ്കിലും ചേരി പ്രദേശങ്ങളിൽ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ച് സ്വന്തമായിട്ട് ഭൂമിയില്ല, ആ ഒരു ഒറ്റമുറി വീടുകളിൽ മാത്രം കുടിലുകളിലുള്ളിൽ മാത്രം താമസിക്കുന്ന ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് ഇത് മുഴുവനും വെള്ളം എടുത്തു പോകുന്ന, അവർക്ക് ഉടുക്കാൻ പോലും തുണി വരെയില്ലാതെ അവർ രാത്രിക്ക് അങ്ങനെയൊക്കെ രക്ഷപ്പെടുന്ന അവസ്ഥകൾ, ഇത് പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം ഈ മനുഷ്യരുടെ ഇടയിൽ ബാധിക്കാറുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത്, സർക്കാർ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും എല്ലാ പ്രാവശ്യം പ്രളയം ഉണ്ടാകുമ്പോഴും ആദിവാസികൾക്ക് വേണ്ടി കുറേ പാക്കേജുകൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ട് ഭൂമി നഷ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മരിച്ച ആളുകൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് മുഴുവനും ഇന്നും നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയത്തിലാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരുപാട് പണ്ട് പിന്നെ ചോർച്ചറി ചെയ്യുക, ഈ പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് കിട്ടാതിരിക്കുക, ഒരു 10 സെൻറ്റിൽ ജീവിച്ച ഒരാളെ കൊണ്ടിട്ട് വെറും 3 സെൻറ്റ് കൊടുത്തിട്ട് എന്താ പറയുക ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ തളച്ചിടുന്ന ഒരു സംവിധാനം, അതാണ് വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങോട്ടോട്ടും തിരിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഭാവിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ അവർക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. അവരുടെ മക്കളൊക്കെ പഠിച്ച സ്കൂളിലെല്ലാം മണ്ണെടുത്ത് പോയി പിന്നെ വേറെ സ്കൂളിലേക്ക് പോകുന്നു, അവരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, അവർക്ക് മനുഷ്യരായിട്ട് മറ്റുള്ള ആളുകളായിട്ടുള്ള തൊഴിൽ മേഖലയ്ക്ക് ഏർപ്പെടാനുള്ള സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലവിൽ ഒരുപാട് അവിടുത്തെ മനുഷ്യരായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും ഒരു ആദിവാസിക്ക് ഒരു ഉപകാരം കിട്ടുന്നില്ല.
പ്രകൃതിയെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാ പ്രത്യാഘാതങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ ടൂറിസം എന്ന് പറയുന്നത് വലിയൊരു വിഘാതമായിട്ട് അല്ലെങ്കിൽ ഒരു അപകടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു ആദിവാസിയെ സംബന്ധിച്ച് ഈ 4 സെൻറ്റ് വീട്ടിൽ അല്ലെങ്കിൽ 3 സെൻറ്റോ അല്ലെങ്കിൽ 4 സെൻറ്റോ ഉള്ള സ്ഥലത്ത് ഒരു വീടും ഒരു 450 സ്ക്വയർ ഫീറ്റുള്ള ചിലപ്പോൾ സർക്കാർ കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ അവർ കെട്ടിപ്പൊക്കിയ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കുടിലുകളായിരിക്കാം. പക്ഷേ ആദിവാസികളല്ലാത്തവരെ സംബന്ധിച്ച് 2 പേർക്ക് താമസിക്കണം 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഉണ്ടാക്കുക. അവിടെ 3 പേരുണ്ടെങ്കിൽ 2 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓരോ വാഹനങ്ങൾ, ഈ വണ്ടിയിൽ നിന്ന് പോകുന്ന പുക, മലിനീകരണങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇത് വയനാടിൻ്റെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആദിവാസികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും വണ്ടിയില്ല, ഞങ്ങൾ മറ്റുള്ള വണ്ടികളെ ആശ്രയിച്ച് പോകുന്നു. പക്ഷേ ഇവിടെ മുറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന ഈ 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മറ്റുള്ള പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളം താഴേക്ക് ഒഴുകി വരാതിരിക്കാൻ ഇൻ്റർലോക്ക് ചെയ്തിട്ട് കോമ്പൗണ്ടൊക്കെ കെട്ടി അവിടെ സുഖമായിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഒരു പ്രളയം വരുന്ന സമയത്ത് എല്ലാം എടുത്തു പോകും. ഈ ഒരു അവസ്ഥയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ വരുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഈ കൂടുതൽ ഈ കൃഷിക്കൊക്കെ വലിയ എന്താ പറയുക മാറ്റങ്ങൾ, കാർഷിക മേഖലയിലേക്കുള്ള ഈ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃഷികൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഇത് മുഴുവനും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലും വയനാട് ജില്ലയിലെ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു 10-30 വർഷത്തിന് മുമ്പുള്ള സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഞ്ചിക്കൃഷിയാണ് വയനാട് ജില്ലയിൽ കർഷകരുടെ ഇടയിൽ അവരുടെ തോട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കൃഷിയെല്ലാം ഇഞ്ചിക്കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്ത് മേൽമണ്ണെല്ലാം ഈ മണ്ണിൻ്റെ പസപ്പെല്ലാം ഒലിച്ചു പോയും അവസാന ഘട്ടത്തും പിന്നെ രാസവള പ്രയോഗത്തിലേക്ക് കർഷകർ കൂടുതൽ ചെല്ലുന്നു. അവരുടെ കൃഷിക്ക് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി അവർ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ച് അവിടെയാണ് ആദിവാസികളുടെ സുസ്ഥിരമായ ഒരു വികസനവും അല്ലെങ്കിൽ ആദിവാസികളുടെ ഒരു ഭക്ഷ്യസുരക്ഷ നഷ്ടപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഗ്രാമസഭയും ഊരുകൂട്ടം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. പക്ഷേ ആദിവാസികൾക്ക് വേണ്ടി ഊരുകൂട്ടമാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. ആ ഊരുകൂട്ടത്തിൽ ആദിവാസികളുടെ തനതായ ഭാഷയിൽ സംസാരിച്ച് അവരുടെ ആവശ്യങ്ങളും അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ഒരു ST പ്രൊമോട്ടറും അവിടുത്തെ വാർഡ് മെമ്പർ ആദിവാസി ആണെങ്കിൽ മാത്രമേ അവിടെ പ്രവേശിക്കാൻ പാടുള്ളൂ. പിന്നെ ഊരുമുപ്പൻ, ഈ ഊരുമുപ്പൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഊരിലുള്ള മൂപ്പനല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഊരിലുള്ള മൂപ്പൻ എന്ന് പറയുന്നത് ഊരിൻ്റെ അധിപനാണ്. ഊരിലെല്ലാ കാര്യങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഊരുകൂട്ടത്തിൽ പോകുന്ന ഊരുമുപ്പൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഊരുമുപ്പനാണ്. ഏത് പാർട്ടിയാണ് ആ വാർഡിൽ പ്രാതിനിധ്യമുള്ളത്, ആരാണ് ഭരിക്കുന്നത്, അവരുടെ ഊരുമുപ്പനാണ് ഈ പറയുന്ന ഊരുകൂട്ടത്തിൽ ഊരുമുപ്പനായിട്ട് വന്നിട്ടുള്ളത്. ആ കാര്യത്തിലൊക്കെ തന്നെ വലിയ പരാജയമാണ്. ആദിവാസികൾ കൂടുതൽ പങ്കാളിത്തം ചില സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല. അവിടെ മിനിറ്റ്സ് പാസ്സാക്കാൻ വേണ്ടി ആളുകൾ ഒപ്പിട്ട് കൊണ്ടിട്ട് റിപ്പോർട്ടുകൾ പോലും സമയബന്ധിതമായിട്ട് അവിടെ എഴുതി അവതരിപ്പിക്കാതെ ഓഫീസിൽ പോയിരുന്നിട്ടാണ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത്. ഒരു മനുഷ്യൻ അവിടുന്ന് അവരുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ യോഗം നടക്കുന്നിടത്ത് ആ ബോഡി അവിടുന്ന് കൃത്യമായി ചർച്ച ചെയ്തിട്ട് അവിടുന്ന് അവരുടെ ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് പ്രഖ്യാപിച്ചിട്ട് അല്ലെങ്കിൽ അത് പാസ്സാക്കിയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബുദ്ധി ഇന്ന് വരെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള ആളുകൾക്കോ മൂപ്പനോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു ചായം ഒരു ഊരുകൂട്ടത്തിന് വെച്ചിട്ടുള്ള ആകെ 500 രൂപയാണ്. ഈ ഊരുകൂട്ടം ചിലപ്പോൾ 3 സ്ഥലങ്ങൾ 4 സ്ഥലങ്ങളായിരിക്കും, ഓടിച്ചോടിച്ച് നടത്താണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റാതെ ഇരിക്കും. പിന്നെ ഗ്രാമസഭയിലാണെങ്കിലോ, ഗ്രാമസഭയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് പരസ്പരം തല്ലുകൂടാൻ വേണ്ടി മാത്രമുള്ള ഗ്രാമസഭകളാണ്. ചില സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ട്. അവിടുത്തെ നാടിൻ്റെ ആവശ്യങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയക്കാർ, സാംസ്കാരിക മേഖലയിലുള്ള ആളുകളുടെ ഒക്കെ പങ്കാളിത്തം അവിടെ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ആദിവാസികളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. കാരണം അവരെ കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആദിവാസികൾ അവിടെ അവർക്ക് ഒപ്പിട്ട് കൊടുത്താൽ മതി, ഇത്ര ആളുകൾ ഇവിടെ നമ്മുടെ ഗ്രാമസഭയിൽ പങ്കെടുത്തു എന്നുള്ളത് രേഖ കാണിക്കാൻ മാത്രം, ഒപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ് ആദിവാസികൾ കൊണ്ടുവന്നത്. അല്ലാതെ ആദിവാസികളുടെ ഒരു ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് കൊണ്ട് പല ആളുകളും അതിനൊക്കെ പിന്മാറി നിൽക്കുന്ന ഒരവസ്ഥ. പിന്നെ അതുപോലെ തന്നെ
ഈ ഉരുമുപ്പന്മാരെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഊരുകൂട്ടം നടപ്പിലായതിൻ്റെ ശേഷമുള്ള ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അവിടെ ആർക്കൊക്കെയാണ് വീട് പാസ്സായിട്ടുള്ളത് അതിനുള്ള കോൺട്രാക്ടർമാരെ കൊണ്ട് നടക്കലാണ് എല്ലാവരുടെയും പണി. പിന്നെ അവിടെ അവർക്ക് വീടിന് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ഫണ്ടാണ് മെയിനായിട്ട് എല്ലാവരുടെയും പിന്നെ ഒരു കൈയിട്ട് വാരിൽ. അവിടെ കോൺട്രാക്ടർമാരെ വെക്കുന്നു, വീട് നിർമ്മാണങ്ങൾക്ക് പാതിവായിൽ ഉപേക്ഷിക്കപ്പെടുന്നു, 1-2 ഗഡുക്കൾ വാങ്ങിയിട്ട് ഇപ്പം നമുക്കറിയാം ചതുരയം ഭാഗത്തും നൂൽപ്പുഴ ഭാഗത്തും എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വെറും ചുമരിൽ മാത്രം തുണിയില്ലാത്ത മനുഷ്യൻ നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന വീടുകളെല്ലാം പൊളിച്ചു മാറ്റി പിന്നെ വീട് നിർമ്മിക്കാൻ ഏറ്റെടുത്ത ആളുകളെല്ലാം തന്നെ കരാറുകാർ പാതിവഴിയിൽ പണികൾ ഉപേക്ഷിച്ച് പോയ ചതുരയം പൂവഞ്ചിയൂരിൽ തന്നെ 15ഓളം വീടുകൾ അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ മാനന്തവാടി പിന്നെ മാനന്തവാടിയിൽ ഒരു അവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ 2000-ത്തിലധികം കുടുംബങ്ങളുടെ വീടുകളാണ് ഇതുപോലെ കരാറുകാർ എടുത്തിട്ട് പിന്നെ പാതി വഴിയിൽ പണി നിർത്തിപ്പോയിട്ടുള്ളത്. ഇതിനൊന്നും യാതൊരു നിയമ നടപടികളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് എത്രയോ പരാതികൾ വരുന്നിട്ട് പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആദിവാസികളെ ചൂഷണം ചെയ്യാൻ കൂടുതലും ഈ പറയുന്ന കോൺട്രാക്ടർമാർക്കും കരാറുകാർക്കും അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനാണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം പിന്നെ നീങ്ങുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനായിട്ട് വന്നത് ഒരു ST വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് സുൽത്താൻ ബത്തേരിലെ. പക്ഷേ ആദിവാസികൾക്ക് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. അവരുടെ ഈ മുനിസിപ്പാലിറ്റി ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബേക്കിലാണ് മാനിക്കുനി എന്ന് പറയുന്ന ഒരു ഊരുള്ളത്. 56ഓളം ആളുകൾ അവിടെ കുടുംബങ്ങളുണ്ട്. ഒരു വീട്ടിൽ 3-4 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് സാമൂഹികമായിട്ടുള്ള ടോയ്ലറ്റാന്ന് പറയും, സാമൂഹ്യ ടോയ്ലറ്റ് 4, 5, 7 ആയിട്ട് അടുത്ത് ബ്ലോക്ക് തിരിച്ചുകൊണ്ട് അവിടെ വയൽ പ്രദേശമാണ്. അവിടെ ക്ലോസറ്റുകളെല്ലാം നിറഞ്ഞ് പുറത്തേക്ക് തള്ളുന്നു. മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഹൈജീൻ്റെ വലിയൊരു പ്രശ്നമാണ് അവിടെ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നിട്ട് യാതൊരു വിധത്തിലുള്ള നടപടി ഇന്നും ഉണ്ടായിട്ടില്ല. അവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഹൈജീൻ ഉണ്ടാകുന്നതുകൊണ്ടും അവിടുത്തെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നം കൂടുതലുണ്ടാകുന്നു. അവിടുന്ന് അവരെ മാറ്റി താമസിക്കാനുള്ള സാഹചര്യങ്ങളാണ് സർക്കാർ ഒരുക്കേണ്ടത്. അല്ലാതെ അവിടെ വീണ്ടും വീണ്ടും കക്കൂസ്താങ് കൊണ്ട് പണിത് കൊടുത്തിട്ടൊന്നും അവിടെ കാര്യമില്ല. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് പകൽ സമയം മുഴുവൻ വെള്ളം കുടിച്ച് രാത്രിക്ക് ഭക്ഷണം കഴിച്ചതോടുകൂടി അങ്ങനെ വൈകുന്നേരം 6-7 മണിയാകുമ്പോൾ സ്ത്രീകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സാഹചര്യം വയനാട് ജില്ലയ്ക്കകത്തുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആദിവാസികളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് ഒരു കാര്യം പറയാനുള്ളത്. പല സ്ഥലങ്ങളിലും ജനറൽ വാർഡായിട്ട് പോലും അവിടെ വനിതകളെ നിർത്താൻ അവർ തയ്യാറല്ല. ഇപ്പോൾ പനമരത്തൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ഒരു പ്രതിനിധി മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്, ജനറൽ വാർഡാണ്. പക്ഷെ അവിടെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഈ പറയുമ്പോൾ വയനാട് ജില്ലേനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും രാഷ്ട്രീയപരവും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന 2 വിഭാഗങ്ങളുണ്ട്, കുറുമരും കുറിച്യരും. ഈ കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലുള്ള ഏരിയയാണ് മാനന്തവാടിയിലും പനമരം ഭാഗത്തൊക്കെ. അവിടെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് വേറൊരു വാർഡിൽ അവർ പിന്നെ മത്സരിപ്പിക്കാൻ സംസാരിച്ചപ്പോൾ ചർച്ചയായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ എതിർക്കുകയും അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ വേണ്ടി അവിടെ നിർത്തിയ ഒരു സാഹചര്യം ഈ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ആദിവാസികൾ എന്ന് പറയുമ്പോൾ അവർക്ക് മത്സരിക്കണമെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പും അല്ലെങ്കിൽ AKSൻ്റെ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ ആദിവാസി കോൺഗ്രസ് അങ്ങനെ പല ഒരു ഘടകങ്ങളുണ്ടല്ലോ ഇവരുടെ ഇടയിൽ. അങ്ങനെ ചെറിയ ഇവരുടെ താഴെത്തട്ടിലുള്ള ആദിവാസി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അങ്ങനെ ഈ കൊടി പിടിക്കാനും പിന്നെ ഈ മന്ത്രിമാരൊക്കെ വരുമ്പോൾ താലപ്പൊലിയൊക്കെ എന്താനൊക്കെ കുറേ ഈ വസ്ത്രം ഒക്കെ മാറി സെറ്റ് സാരി കൊടുത്തു പോകുന്ന കുറേ സ്ത്രീകളുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ വന്നതോട് കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. മന്ത്രിമാർക്ക് താലപ്പൊലി പിടിക്കാൻ നമുക്ക് കുറേ സ്ത്രീകളെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുൻനിരയിലൊക്കെ വന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ മത്സരിക്കാൻ വേണ്ടി അവർ ഈ പല സ്ഥലങ്ങളും എടുക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വയനാട് ജില്ലയിൽ ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് എടുത്തിട്ടുള്ള ഈ മത്സരിക്കാൻ വേണ്ടിയിട്ട് CPIMൻ്റെ സീറ്റിൽ മത്സരിക്കുന്ന ആളുകൾ 10 പേരോളം അവിടെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പേര് പുരുഷന്മാരും ബാക്കി സ്ത്രീകളാണ്. പക്ഷേ അതൊരു ഈ തുല്യ പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് അവിടെ കൂടുതൽ പ്രാതിനിധ്യം വന്നിട്ടുണ്ട്. പക്ഷേ STക്കുള്ള സംവരണം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റം നിർത്തപ്പെടുന്ന കാലങ്ങളായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലയിൽ നിന്നും അവഗണിക്കാനും അല്ലെങ്കിൽ അവഗണിച്ച് മാറ്റം നിർത്തപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ അവർ ഈ പറയുന്ന രാഷ്ട്രീയ മേഖലയിൽ അധികാര കേന്ദ്രങ്ങൾ വന്നാൽ മാത്രമേ
ഈ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാതലായ മാറ്റങ്ങൾ അവരിലൂടെ പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഊരുതലങ്ങളുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല വിദ്യാഭ്യാസമായിട്ടുള്ള ആളുകൾ കുട്ടികളെ നമ്മൾ ഉയർത്തിക്കൊണ്ട് പുതിയ ഒരു തലമുറയിൽ അതുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഊരുകളിലൊക്കെ തന്നെ ഈ നേരത്തെ പറഞ്ഞ തൊഴിൽ പ്രശ്നങ്ങൾ ഔദ്യോഗികമായിട്ട് സർക്കാർ തലങ്ങളിലുള്ള സംവരണത്തിലൊക്കെ ജോലിക്ക് കയറുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ഊരിലെയും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും അല്ലെങ്കിൽ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള അവർക്ക് ജീവിക്കാനുള്ള അവകാശപരമായിട്ടുള്ള ഭൂമി നിർബന്ധമായിട്ടും സർക്കാർ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇതൊന്നുമില്ലാതെ വയനാട് ജില്ലയിൽ അതിവിമുക്ത കേരളമായിട്ട് അല്ലെങ്കിൽ ജില്ലയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഇടയിൽ നമ്മളൊക്കെ പോയി പരിശോധിച്ചാൽ തീപ്പെട്ടിക്കൊള്ളി അടുക്കി വെച്ച പോലെയാണ് 4 സെൻറ്റിലും 10 സെൻറ്റിലൊക്കെ വീടുകളുടെ എണ്ണം. അവിടെയാണ് ഈ പറയുന്നത് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും അവർക്ക് സൗകര്യമില്ല. അതുപോലെ തന്നെ വീടിൻ്റെ അകത്തുനിന്ന് അടിച്ചു വാരിയോ അല്ലെങ്കിൽ ആദിവാസികളെ സംബന്ധിച്ച് നിരവധി വീടുകളിലൊക്കെ തന്നെ വെറ്റില മുറുക്കുന്ന ആളുകളാണ്. അവിടെ ഇരുന്ന് തുപ്പുന്നത് അടുത്തുള്ളവൻ്റെ വീട്ടിൽ, അവിടുത്തെ ആൾ തുപ്പുന്നത് ഇവരുടെ വീടിൻ്റെ മുറ്റത്ത്. അങ്ങനെ മുറ്റമെന്ന് പറയാനൊന്നുമില്ല, അങ്ങനെ വളരെയധികം തിങ്ങി നിരങ്ങി പുഴുക്കളെ പോലെ എന്താ പറയുക ചത്ത് ജീവിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആദിവാസികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. അല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പദ്ധതികളല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഈ പറയുന്ന 1975 പിന്നെ കൊണ്ടുവന്ന നിയമങ്ങളുണ്ട്. ഭൂമി ആദിവാസികൾക്ക് അന്യദിനപ്പെട്ട ഭൂമിക്ക് പകരം നിയമങ്ങൾ. അതുപോലെ തന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞ കരാറ്, സർക്കാരും ആദിവാസി നേതാക്കന്മാരായിട്ടുള്ള കരാറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വനമേഖലയിൽ ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് നിയമപ്രകാരം ആദിവാസികൾക്ക് അവർക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന യഥാർത്ഥത്തിൽ ആദിവാസികളുടെ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇപ്പോൾ വനാവകാശ നിയമപ്രകാരം 2007, 8, 9 ആ 10 കാലഘട്ടത്തിലെല്ലാം നടത്തിയപ്പോൾ അതിലൊരു കാര്യം എടുത്തു പറയാനുള്ളത്, 1/4 സെൻറ്റിനും 2 സെൻറ്റിനും പിന്നെ 3/4 സെൻറ്റിനൊക്കെ പട്ടയം കൊടുത്ത് കൈവശരയൊക്കെ കൊടുത്ത് വനാവകാശ നിയമം നടപ്പിലാക്കിയ ഒരു ജില്ലയാണ് വയനാട്. നൂൽപ്പുഴ പഞ്ചായത്തിൽ 17 FRC കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ 17 FRC കമ്മിറ്റിയിലുള്ള ആളുകൾ അവിടുത്തെ ആദിവാസികളായിരുന്നു. പക്ഷേ ഒരാൾക്ക് പോലും FRC എന്താണ്, അതിനകത്ത് പറയുന്ന ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, വ്യക്തിക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ, സാമൂഹ്യ അവകാശങ്ങൾ, വികസനങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയാതെ അവരെ വെറും ഈ FRC കമ്മിറ്റികൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഈ നൂൽപ്പുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിലുള്ള ആളുകൾ പലരും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലിക്ക് പോയ സമയത്ത് ST പ്രൊമോട്ടർമാരെ കൊണ്ട് ക്ലെയിം ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ഒപ്പിടിച്ച് കൈവശരയൊക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ നഗ്നമായ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. അതിനൊക്കെ ആ കുറ്റിയൊക്കെ പറിച്ചാണ് ഞങ്ങൾ ഒരുപാട് ആളുകളൊക്കെ പോയിട്ടുണ്ട്. മന്മഥംപാടി എന്ന് പറയുന്ന ഊരിൽ ഒരു വീടിൻ്റെ 4 മൂലയ്ക്കും കുറ്റി അടിച്ചു. അതാണ് വനാവകാശ നിയമം സർക്കാർ പാസ്സാക്കിയത്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ സർക്കാരിൻ്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം വനാവകാശ നിയമം പാസ്സാക്കിയ ജില്ല അല്ലെങ്കിൽ സംസ്ഥാനം ഏതാണെന്ന് ഇന്ത്യയിൽ ചോദിച്ചാൽ നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. പക്ഷേ കൊടുത്തിരിക്കുന്ന രേഖ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ ആ രേഖകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുറ്റി അടിച്ചതിന് ശേഷം അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഈ മത്തൻ്റെ കുരു കൊണ്ട് ഇട്ടപ്പോൾ ഫോറസ്റ്റുകാർ അവർക്കെതിരെ കേസ് എടുത്തു എന്നുള്ളതാണ്. അവർ 2 പിന്നെ ചാലായിട്ട് ഇഞ്ചി അവിടെ കൃഷി ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി നൂൽപ്പുഴ പഞ്ചായത്തിൽ ഫോറസ്റ്റ് അനധികൃതമായിട്ട് ഭൂമിയിൽ കയ്യേറിയെന്ന് പറഞ്ഞ് കേസെടുത്തതാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് ആക്ട് നിയമത്തിൽ അതൊന്നല്ല പറയുന്നത്. ഒരു വ്യക്തി എത്രത്തോളം അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അത് GPS വെച്ച് അളന്ന് അവർക്കത് കൊടുക്കണം എന്നുള്ളത്. അതുപോലെ സാമൂഹ്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എത്രത്തോളം വനത്തിൻ്റെ ഉള്ളിൽ വനവിഭവം ശേഖരിക്കുന്നുണ്ട്, അവിടെ എവിടെയൊക്കെയാണ് മീൻ പിടിക്കുന്ന അവരുടെ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അവരെ മരണാന്തര ചടങ്ങുകൾ നടന്ന സ്ഥലങ്ങൾ, അവരെ മരിച്ച പൂർവികരെ അടക്കം ചെയ്ത സ്ഥലങ്ങൾ, അവർ ദൈവികമായിട്ടുള്ള കാവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന കാവുകൾ, അവിടെയെല്ലാം തെളിയിക്കപ്പെടാനുള്ള ഇത് സാധ്യതകളുണ്ടെങ്കിൽ ആ മൂപ്പനോ അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഒരാൾ അവകാശപ്പെട്ട് കാണിച്ചു കൊടുത്താൽ അത് ക്ലെയിം ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് വനാവകാശ നിയമത്തിലുള്ളത്. പക്ഷേ ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് സ്വയം സന്നദ്ധ കുടിയേർക്കലിൻ്റെ ഒരു പ്രഖ്യാപനം വലിയ രീതിയിൽ 2012 നടന്നു കഴിഞ്ഞു. അവിടെയാണ് ചെട്ടിയാലത്തൂരും കുറച്ച് ആളുകൾ ഇപ്പോഴും അവിടെ ബാക്കി കിടക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. പിന്നെ കോളൂർ, അമ്മവയൽ, കുറിച്ചാട് വനമേഖലയിലുള്ള ആളുകളൊക്കെ പല സ്ഥലങ്ങളിലേക്കും മാറ്റി താമസിപ്പിച്ചു.
ഓരോ കുടുംബത്തിലും 18 വയസ്സിന് മേലേക്കുള്ള ആളുകൾക്കാണ് 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്ത് സർക്കാർ കൊടുത്തത്. അത് പലതും ഇടനിലക്കാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അവരുടെ കുടുംബങ്ങളിൽ വയനാടിൻ ചെട്ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വനാന്തരങ്ങളുടെ ചേരി ഭാഗങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്ന അവരുടെ ഭൂമിയാണ് ഒരു സ്ഥലത്ത് വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് താമസിച്ചപ്പോൾ ഇപ്പോൾ വന്യജീവി ആക്രമണം കൊണ്ട് പൊറുതി മുട്ടി അവർ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അവർ പറയുന്ന വേറൊരു കാര്യം, ഞങ്ങൾക്ക് തിരിച്ച കാട്ടിലോട്ട് പോയാൽ മതി. തിരിച്ച് ഞങ്ങൾ ആ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണസാധനം ഞങ്ങൾക്ക് പട്ടിണി എടുക്കണം, ഞങ്ങൾക്ക് അവിടെ കിട്ടും, നല്ല കുടിവെള്ളം കിട്ടും, പിന്നെ നല്ല മെഡിസിൻ ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഏഴ്ചാൽക്കുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ 2ാം ഡിവിഷനിൽ അവിടെ ഒരു 9 കുടുംബങ്ങളെ കൊണ്ട് താമസിച്ചു. ഇന്ന് വരെ അവർക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു സൗകര്യം കിണറുണ്ടാക്കി കൊടുത്തില്ല, റോഡില്ല. ഒരു കിടപ്പിൽ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ടുപോകാൻ തലച്ചുമടായിട്ട് അല്ലെങ്കിൽ ഏറ്റിക്കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. കുടിക്കാൻ വെള്ളമില്ലാതെ അവർ ഓടിപ്പായുന്നു. അതുപോലെ തന്നെ മൃഗം ഇപ്പോഴും അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. ഈ മൃഗമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ അവർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട്. അതേപോലെ തന്നെ അവിടെ ഈ ജനനി ജന്മരക്ഷ എന്ന് പറഞ്ഞ സ്ത്രീകളുടെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് സ്ത്രീകൾക്ക്. ആ പൈസ കിട്ടാത്ത ആളുകളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഈ പറയുന്ന ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. ഇതൊന്നും ST പ്രൊമോട്ടർമാർ അല്ലെങ്കിൽ പ്രാദേശിക തട്ടിലുള്ള മറ്റുള്ള പ്രവർത്തകരെ പോലുള്ള ആളുകളൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം ഇവരൊക്കെ വെറും സന്ദർശകരാണ് ആദിവാസികളുടെ ഇടയിൽ. ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഊരിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള ആദിവാസി പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളും അവർക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട ആളുകൾ ആരാന്ന് അത് മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവരെല്ലാവരും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് സർക്കാരും ഈ ജനങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ്. അവർ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്കീമുകൾ, ഈ സാമൂഹ്യ സുരക്ഷാ സ്കീമുകൾ, അതുപോലെ തന്നെ ഭക്ഷ്യഭദ്രതാ നിയമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഞങ്ങളൊക്കെ ക്ലാസ്സുകൾ ഉപരിതലങ്ങൾ എടുത്തു കൊടുക്കുന്നത്. അത് ഞങ്ങൾ ആദിവാസികൾക്ക് മാത്രമല്ല ഒരുപാട് കുടുംബശ്രീകൾക്കും പഞ്ചായത്ത് തലത്തൊക്കെ പ്രാദേശിക തട്ടിലുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നൽകി വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ജനങ്ങൾ പഠിച്ചത്. ഭക്ഷ്യഭദ്രത നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ 1000 സ്ക്വയർ ഫീറ്റുള്ള ആളുകളൊക്കെ APLലും ഉണ്ടായിരുന്ന ആളുകൾ VPയിലേക്ക് വരികയും VPയിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങളെല്ലാം APയിലേക്ക് പോവുകയും 4ഉം 5ഉം വാഹനങ്ങളും കെട്ടിടങ്ങളുള്ള ആളുകളൊക്കെ APയിൽ നിന്ന് VPയിലേക്ക് വന്ന സമയത്ത് അവർ അത് മാറ്റാൻ പോലും അത് തിരുത്താൻ പോലും പോകാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ ശക്തമായ ഇടപെടൽ നടത്തേണ്ടി വന്നു. ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗം മാത്രമായിട്ട് അവിടുത്തെ ആളുകൾ സംഘടിക്കുകയും ഒരു റേഷൻ കട തന്നെ അവിടെ റെയ്ഡ് ചെയ്ത് അത് എന്താ പറയുക അവരുടെ ഭക്ഷ്യസാധനങ്ങൾ കിട്ടാതിരുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. വിജിലൻസ് അന്വേഷണങ്ങൾ വന്നു. ആ റേഷൻ കട അവിടെ പൂട്ടിക്കുന്നൊരു സാഹചര്യം വരെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ആദിവാസികളെ സംബന്ധിച്ച് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്ക് ആദിവാസികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നമ്മളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ആദിവാസികളെ കൊലപാതകങ്ങളാവട്ടെ പീഡനങ്ങളാവട്ടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനാണെങ്കിൽ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസിന് താല്പര്യമുള്ളൂ. അല്ലാതെ ഒരു കൊലപാതകത്തിൽ മരിച്ച വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ട പ്രതി ആരാണ് അവരെക്കുറിച്ച് അന്വേഷിക്കാനല്ല പോലീസ് വന്നത്. പോകുന്ന ആളുകളെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഏറ്റവും കൂടുതലും ശുഷ്കാന്തിയും അവരുടെ അന്വേഷണ റിപ്പോർട്ട് അതാണ്. അത് പല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വീടുകളിലേക്ക് വന്നിട്ട് നിരന്തരമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറി. പക്ഷേ നമുക്കത് സത്യസന്ധമായിട്ട് സുതാര്യമായ രീതിയിൽ നമ്മൾ ആരുടെ അടുത്തും ഈ പറയുന്ന കോഴകളും ഫണ്ടുകൾ വാങ്ങിയിട്ടല്ല നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഒരുപാട് കഷ്ടതകളുണ്ട് ഈ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാനൊക്കെ തന്നെ. മാവോയിസ്റ്റ് പ്രശ്നത്തിൻ്റെ പേരിലാണ് ഞങ്ങളൊക്കെ വേട്ടയാടപ്പെടുന്നത്. ഞങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളൊരിക്കലും മാവോയിസ്റ്റുകളല്ല. ആദിവാസികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ആളുകളായതുകൊണ്ടും ഞങ്ങളെ ആളുകളുടെ ഇടയിൽ ഞങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല, അത് പുറത്തുള്ള ഒരാൾക്കല്ല. അത് അങ്ങനെ ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ആദിവാസിക്ക് തന്നെ 10-22ഓളം ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഒരു ആദിവാസിയെ നന്നാക്കാൻ അല്ലെങ്കിൽ ഒരു ആദിവാസിയുടെ പ്രശ്നം പരിഹരിക്കാൻ. അത് അവർക്ക് പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മളോട് അവരുടെ അവകാശ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളത് രേഖപ്പെടുത്തി അത് പുറത്ത് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ മാവോയിസ്റ്റായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ മുൻകാലങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം എന്തിനു പറയുന്നു? കൊമ്മഞ്ചേരി വനത്തിൽ താമസിക്കുന്ന ആദിവാസികൾക്ക്
പട്ടിണിയാന്ന് പറഞ്ഞൊരു സ്ത്രീ, ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ പ്രസവിച്ച് 3ാമത്തെ കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞപ്പോഴാണ് അവർ പട്ടിണിയിലായിരുന്നു. അത് അവിടുത്തെ അന്നത്തെ ന്യൂസ് 18 റിപ്പോർട്ടർ രതീഷ് വാസുദേവൻ അത് പുറത്ത് വാർത്ത കൊണ്ടുവന്നു. അവരുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ അവർക്കില്ല, വസ്ത്രങ്ങളില്ല, അവർക്ക് കിടക്കാൻ വീടില്ല, ഒരു കുടിലാണ് അവർ താമസിച്ചത്. അപ്പോൾ അവിടുന്ന് നമ്മൾ അവരായിട്ട് സംസാരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ ആ കൊറോണ കാലത്തായതുകൊണ്ട് ഒരുപാട് കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളുണ്ടായിരുന്നു, റേഷനരി ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ പിന്നെ ടാക്സിയായിട്ട് വിളിച്ച് സാധനങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ 2 പേര് അന്വേഷിക്കാൻ വന്നു എന്നുള്ളതാണ്. ഒന്ന് ബത്തേരിയിലെ DYSP ബെന്നി എന്ന് പറയുന്ന ആളും മറ്റൊന്ന് ഒരു രാജൻ പറഞ്ഞ നമ്മുടെ സംവരണ വിഭാഗത്തിൽ തന്നെ ജോലി കിട്ടിയ ST വിഭാഗത്തിൽപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉദ്യോഗസ്ഥൻ സ്പെഷ്യൽ ബ്രാഞ്ച്. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടി, ആര് കൊണ്ടെത്തന്നുള്ളതാണ് അന്വേഷണങ്ങൾ. അവർ പട്ടിണി കിടന്നപ്പോൾ പട്ടിണി കിടക്കരുതെന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തപ്പോൾ അവരുടെ പട്ടിണി മാറിയതല്ല അവരുടെ പ്രശ്നം, നമ്മൾ കൊടുക്കുന്ന ആളാണ് അവിടെ കുറ്റക്കാരായത്. അങ്ങനെ നിരവധി തവണ അവിടെ അന്വേഷണങ്ങൾ വന്നു. ആ കോളനിയിലുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ആതിര എന്ന് പറയുന്ന കുട്ടിയെ 3 മണിക്കൂറോളം ഈ പറയുന്ന 2 ഉദ്യോഗസ്ഥർ വിചാരണ ചെയ്തു. പിന്നെ ആ കുട്ടിയുടെ പഠിക്കുന്ന മലയാളം പാഠപുസ്തകത്തിൻ്റെ ചട്ടയിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ എഴുതി കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം അവരിവിടെ വന്നാൽ തടഞ്ഞു വെച്ച് ഞങ്ങളെ വിളിച്ച് പറയണം, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് അവിടുത്തെ ആ 2 ഉദ്യോഗസ്ഥരും പിരിഞ്ഞു പോയത്. അതിൻ്റെ ഒരാഴ്ചയ്ക്ക് ആ ഒരു സമയത്ത് ഒരാഴ്ച ശേഷം ഞങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള നോട്ട് ബുക്കുകൾ, വസ്ത്രം, കുട്ടികൾക്ക് കളിപ്പാട്ടം, ചെരുപ്പ്, ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ആയിട്ട്, ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ പഠിക്കാൻ പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹവും ഞാനുമായിട്ട് അവിടെ സാധനങ്ങൾ കൊണ്ട് ചെന്ന സമയത്ത് ഞങ്ങളെ കാണുമ്പോൾ ഇവർക്ക് വലിയൊരു വിഷമം, പറയാനല്ല ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ മാറ്റി നിർത്തി ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഞങ്ങൾ അവിടെ ചെന്നാൽ വളഞ്ഞു പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതപരമായിട്ട് ആ കുട്ടികൾക്ക് കാര്യങ്ങൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭൂമിയില്ല, ഇവിടെ വീട് വെക്കാൻ പറ്റുന്നില്ല, വനാവകാശ നിയമപ്രകാരം ഇന്നും ഒരു രേഖ നിങ്ങൾക്ക് തന്നിട്ടില്ല, ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നമുക്ക് പരാതി കൊടുക്കാൻ പോകണം എന്ന് പറഞ്ഞത് എങ്ങനെ അവിടുന്ന് ലീക്കായി എന്നറിയത്തില്ല. ആ സമയത്താണ് ഈ പോലീസ് അവിടെ ചെല്ലുന്നത്. അന്നേരം പറഞ്ഞത്, നിങ്ങളെ അവർ വണ്ടി കയറ്റി കൊണ്ടുവരുമ്പോൾ ഒച്ചയിട്ട് നിലവിളിച്ച് കരയണം, ഇന്ന ആൾ ഞങ്ങളെ പിടിച്ചോണ്ട് പോകണമെന്ന് പറയണം, ഒച്ചയും ബഹളം ഇടുമ്പോൾ നാട്ടുകാർ കൂടും, ആ സമയത്ത് അവരെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റും, അങ്ങനെ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരിക്കലും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവർ ക്രിയേറ്റ് ചെയ്ത നാടകങ്ങളൊക്കെ അവിടെ പൊളിഞ്ഞു. ഞാൻ അവസാനം അവിടെ ചെന്ന ആ നോട്ട് ബുക്കിൽ ആ പുസ്തകത്തിൻ്റെ ആ ചട്ടയിലുണ്ടായിരുന്ന നമ്പർ എടുത്ത് അന്ന് ഞങ്ങൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ പോയ ദിവസം ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം ഇവർ ചോദിച്ചു എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ഭക്ഷണ സാധനം കൊടുക്കാൻ വരുമ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിക്കോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാനാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് പ്രകാരം ഓരോ ഭക്ഷണ സാധനങ്ങൾക്ക് വകുപ്പ് ചാർജ് ചെയ്തിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ വായടിക്കുന്നത്. അതുവരെ നിരന്തരമായിട്ട് എൻ്റെ പുറകെ വേട്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.